തിരമാലകൾ തല്ലിക്കരയുകയാണ്. വിലാപങ്ങളാണ് അവിടെ അലതല്ലിക്കരയുന്നത്. സ്വന്തം ഭൂമി എന്ന് കരുതിയ തങ്ങളുടെ ഭൂമി അവരുടെ അല്ലാതായി മാറുന്നു. പ്രിയമുള്ളവരെ, നാം മുനമ്പം നിവാസികൾക്കൊപ്പം നിന്നുകൊണ്ട് ഈ സമരത്തിനെ നേരിടുന്നു. മുനമ്പത്തെ നിവാസികളുടെ സങ്കടത്തിനും പ്രതിഷേധത്തിനും ഞങ്ങളും പങ്കുചേരുന്നു. ഞങ്ങൾ ഇവിടെയാണ്. ഈ സ്ഥലം ഞങ്ങളുടെ സ്ഥലം എങ്ങനെ പറയാനാണ്? ദൈവമേ, അതറിയണമെങ്കിൽ എറണാകുളത്തേക്ക് വാ, ചിറായിലേക്ക് വാ, മുനമ്പം എന്ന കൊച്ചു ഗ്രാമത്തിലേക്ക് വാ. 1902 എന്നാ 1902 തിരുവിതാംകൂർ ആയില്യം മഹാരാജാവ് 4404 ഏക്കർ സ്ഥലം സത്താർ സേട്ടുവിന് പാട്ടം കൊടുത്തു അത്രേ. അത് പിന്നീട് സിദ്ദിഖ് സേട്ടുവിനും ഒടുവിൽ കോഴിക്കോട് ഫാറൂഖ് കോളേജിനും കിട്ടിയത്രേ. ആ സ്ഥലമാണ് സൂര്യനീരാക്കി ഒഴുകിയ കാശ് കൊടുത്ത് നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ വാങ്ങിയത്. എന്നിട്ടിപ്പോ ആ സ്ഥലം ഞങ്ങളുടേതല്ലെന്നോ? വഖഫിന്റെ ആണ് പോലും. أشهد أن لا إله أشهد أن Allah
കേൾക്കുന്നില്ലേ? മാധ്യമങ്ങൾ, മീഡിയക്കാർ, അല്ലെങ്കിലും പാവപ്പെട്ടവരെ, അവഗണിക്കപ്പെട്ടവരെ കുറിച്ച് എന്നാ നിങ്ങൾ ചരിത്രം കേട്ടിട്ടുള്ളത്? സാംസ്കാരിക നായകന്മാർ ഇവരും പോയിമുഖങ്ങളാണ്. അങ്ങ് 4000 കിലോമീറ്ററിനപ്പുറം കിടക്കുന്ന ഇസ്രായേലിന്റെ രോദനം കേൾക്കാൻ കഴിയും അവർക്ക്. എന്നാൽ ഈ പാവങ്ങളുടെ കണ്ണീർ കാണാനാവില്ല, രോദനം കേൾക്കാനുമാവില്ല. അപ്പോ ഇവരെ സഹായിക്കാൻ ആരുമില്ലേ? 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 ാണ് എന്ന് തിരിച്ചറിഞ്ഞ് മർദ്ദിതരുടെയും പീഡിതരുടെയും പക്ഷം ചേർന്ന് ഒരു യഹൂദ ആശാരിയാണ് എന്റെ നേതാവും എന്റെ പ്രചോദനവും എന്ന് പറഞ്ഞ് ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ അമ്മമാരെയും സഹോദരീ സഹോദരന്മാരെയും യുവസുഹൃത്തുക്കളെയും വൈദികരെയും സന്യസ്തരെയും ഈ സ്നേഹ അഭിവാദനങ്ങളോടെ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാ മാധ്യമ സുഹൃത്തുക്കളും നിയമപാലകരെയും അനന്തപുരിയുടെ പൊതുസമൂഹത്തെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. നീതിക്ക് വേണ്ടിയുള്ള ഈ ധർമ്മസമരത്തെ വർഗീയവൽക്കരിച്ചും സംഘിപ്പട്ടം നൽകിയും സഭയെയും പുരോഹിതരെയും അധിക്ഷേപിച്ചും ബെടക്കാക്കി തനിച്ചാക്കാൻ ഉള്ള ശ്രമം വിലപോകുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദ്യമായ സ്വാഗതം. ആത്മീയ ആചാര്യന്മാരെ, മറ്റ് പൊതുസമൂഹത്തിലുള്ള നേതാക്കന്മാരെ, മനുഷ്യൻ ആത്യന്തികമായി മണ്ണിൽ നിന്ന് വരികയും മണ്ണിൽ നിലനിൽക്കുകയും ഇതിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യുന്നതിനാൽ മണ്ണ് ജീവൻ അമ്മയാണ്. ജാതിമത ഭേദമന്യേ അനീതിയുടെയും കുടിയൊഴുപ്പിന്റെയും മുനമ്പത്ത് നിൽക്കുന്ന ജനതയ്ക്കായി ഐക്യദാർഢ്യത്തിന്റെയും സാഹോദര്യത്തിന്റെയും ചങ്ങല തീർക്കുകയാണ് തലസ്ഥാന നഗരി എന്ന്. പ്രിയമുള്ളവരെ, ഈ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്യുന്നതിനായി കടന്നു വന്നിരിക്കുന്ന തിരുവനന്തപുരം അതിരൂപതയുടെ ആർച്ച് ബിഷപ്പും അമരക്കാരനുമായ മർദ്ദിത ജനതയുടെ, മത്സ്യത്തൊഴിലാളികളുടെ തളരാത്ത പോരാട്ട വീര്യത്തിന്റെ നേതൃസാക്ഷ്യവും അനന്തപുരിയുടെ ആത്മീയ ആചാര്യനുമായ പിതാവിനെ ഏറെ സ്നേഹത്തോടെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. മലങ്കര സഭയെ പ്രതിനിധീകരിച്ച് ആദരണീയനായ പോളിക്കാർപ്പ് തിരുമേനി നമ്മോട് കൂടിയുണ്ട്. വിദ്യാഭ്യാസ, സാമൂഹിക, ആത്മീയ മേഖലകളിൽ ശാന്തതയോടെ നിറഞ്ഞൊഴുകുന്ന തിരുമേനിയെ ഈ കൂട്ടായ്മയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. മനുഷ്യാവകാശ പോരാട്ടത്തിലും രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിലും ജനപക്ഷത്തു നിന്ന് മാനവികതയുടെ വ്യക്താവായി പ്രവർത്തിക്കുന്ന CPIയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആദരണീയനായ ബിനോയ് ബിശ്വം അവരുകളെ എല്ലാവരുടെയും പേരിൽ സസ്നേഹം സ്വാഗതം ചെയ്യുന്നു. നിലപാടുകളും ബോധ്യങ്ങളും സുധീരം തുറന്നു പറയുകയും അതിനെ തന്റെ ജീവിതത്തിന് വില കൊടുക്കേണ്ടിയും വന്ന ആദർശധീരനായ KPCCയുടെ മുൻ അധ്യക്ഷൻ VM സുധീരൻ സാറിനെ സ്നേഹോഷ്മളമായ വരവേൽപ്പ്. ക്രൈസ്തവ മൂല്യങ്ങളിലും ധാർമ്മിക ബോധ്യത്തിലും ചുവടുറപ്പിച്ച് സമൂഹത്തിന്റെ അതിരുകൾ കഴിയുന്നവരുടെ
ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടി ശക്തമായ നിലപാടുകളുടെ ജീവിതം തന്നെ പോരാട്ടമാക്കി മാറ്റിയ ബഹുമാനപ്പെട്ട മോൺസിഞ്ഞോർ യൂജിൻ പെരേരയെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സീറോ മലബാർ സഭയുടെ പ്രതിനിധിയും അനന്തപുരിയുടെ ആത്മീയ സാമൂഹ്യ മണ്ഡലങ്ങളിൽ ഊർജ്ജസ്വലതയോടെ നിറഞ്ഞു നിൽക്കുന്ന പ്രിയ ബഹുമാനപ്പെട്ട ജോസഫ് മോർലി അച്ഛനെ ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഏകലവ്യ ആശ്രം അദ്ദേഹം എത്തിയിട്ടില്ല എന്ന് തോന്നുന്നു. ഉടനെ എത്തുന്നതാണ്. ഇന്ന് ഇവിടെ വിഴിഞ്ഞം അവതാരകനും മുനമ്പൽ സമരത്തിനെ മുന്നിൽ നിന്ന് നയിക്കുകയും KRLCCയുടെ പ്രസിഡന്റുമായ ഫാദർ തോമസ് തറയിലിനെ എത്രയും സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ കരുത്തനായ സാരഥിയും മത്സ്യത്തൊഴിലാളി നേതാവുമായ ശ്രീമാൻ ഭീമാപ്പള്ളി റഷീദിനെ ഒത്തിരിയേറെ സ്നേഹത്തോടെ ഈ മതേതര കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. KLCWയുടെ ഊർജ്ജസ്വലയായ പ്രസിഡന്റ്, മുൻ കോർപ്പറേഷൻ വാർഡ് കൗൺസിലറുമായ പ്രിയ ജോളി പത്രോസിനെ സഹർഷം സ്വാഗതം ചെയ്യുന്നു. ശ്രീ വർഗീസ് PP യുണൈറ്റഡ് ക്രിസ്ത്യൻ മൂവ്മെന്റിന്റെ തിരുവനന്തപുരത്തിന്റെ തിളക്കമാർന്ന മുഖവും CSI സഭാ അംഗവുമാണ്. പ്രിയ സഹോദരൻ വർഗീസ് സാറിനെ ഹൃദ്യമായ സ്വാഗതം. ആദരണീയരും മതേതരത്തിന്റെ വക്താക്കളും ജനപക്ഷത്തു നിന്ന് ധീരമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ധാരാളം പേര് ഇവിടെയുണ്ട്. അവരുടെ കുറച്ചുപേരെ മാത്രം ഞാൻ പേരെടുത്ത് സൂചിപ്പിക്കുകയാണ്. സാന്നിധ്യം കൊണ്ട് ഈ സമ്മേളനത്തെ സമ്പുഷ്ടമാക്കുന്ന റവറൻഡ് ഫാദർ മൈക്കിൾ തോമസ്, ഡയറക്ടർ ലേറ്റി മിനിസ്ട്രി ലാറ്റിൻ ആർച്ച്ഡയസസ്, റവറൻഡ് സിസ്റ്റർ ജൂഡി, വൈസ് പ്രസിഡന്റ് KRLCC, ശ്രീ പാട്രിക് മൈക്കിൾ, ഡയസസ് പ്രസിഡന്റ് KLC ട്രിവാൻഡ്രം, റെജിമോൻ വർഗീസ്, പ്രസിഡന്റ് MCA ട്രിവാൻഡ്രം ആർച്ച്ഡയസസ്, H. പെരേരയെ സ്നേഹാദരവോടെ സ്വാഗതം ചെയ്യുന്നു. മാന്യ സദസ്സിന് വന്ദനം. അഭിനന്ദനായ തിരുവനന്തപുരം അതിരൂപത മെത്രാപ്പൊലീത്ത തോമസ് T. നെറ്റോ, മലങ്കര സഭയുടെ സഹായ മെത്രാൻ അഭിനന്ദ മാത്യു മാർ പോളികാർപ്പസ്, ബഹുമാനപ്പെട്ട സംസ്ഥാന CPI സെക്രട്ടറി ശ്രീമാൻ ബിനോയ് വിശ്വം, KPCCയുടെ മുൻ പ്രസിഡന്റ് ശ്രീമാൻ PM സുധീരൻ, പ്രിയങ്കരനായ മുസ്ലിം ലീഗിന്റെ ജില്ലാ ഭാരവാഹിയും മത്സ്യത്തൊഴിലാളി മേഖലയിലെ വിഷയങ്ങളോട് എന്നും താല്പര്യവും താതാത്മ്യവും പ്രാപിക്കുന്ന പ്രിയങ്കരനായ സുഹൃത്ത് പ്രിയപ്പെട്ട മോർലി കൈതപ്പറമ്പിലച്ചൻ, വേദിയിലും സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന പ്രിയപ്പെട്ട സന്യസ്തരെ, വൈകം വളരെ അനുഗ്രഹീതമാണ്. ഈ തിരുവനന്തപുരത്തെ പൗരാവലിയെ പ്രതിനിധീകരിച്ചാണ് തലസ്ഥാന നഗരത്തില് ഒരു ദീപസ്തംഭം പോലെ നിലകൊള്ളുന്ന ഈ രക്തസാക്ഷി മണ്ഡപത്തില് സമ്മേളിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ പരിപാടി കുറച്ചുകൂടെ നേരത്തെ നടത്താനാണ് ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ സമയം കൊണ്ട് ദൈവാനുഗ്രഹം ഇന്ന് സംഘടിപ്പിക്കാനാണ്. കാരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതിനകം തന്നെ നമ്മുടെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ഉൾപ്പെടെ വിവിധ രാഷ്ട്രീയ പാർട്ടികള്, മത സംഘടനകള്, രാഷ്ട്രീയ നേതാക്കന്മാര്,
പൗര സമൂഹമൊക്കെ അവരുടെ അഭിപ്രായം പ്രകടിപ്പിച്ചു കഴിഞ്ഞു. അഭിപ്രായത്തിലേക്ക് രൂപപ്പെടുന്ന ഒരു സ്ഥിതിയിലേക്ക് നമ്മുടെ നാട് ഉണരട്ടെ എന്നായിരുന്നു ഈ പരിപാടി സംഘടിപ്പിച്ചവരുടെ വലിയ ആഗ്രഹം. അതിലേക്ക് ഏകദേശം നമ്മുടെ നാട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊക്കെ ഉയർത്തിപ്പിടിക്കുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ അനുച്ഛേദം 21, 19, 20, 21 നമുക്ക് എന്നും വായിച്ച് കൂടുതൽ അർത്ഥങ്ങൾ കണ്ടെത്താൻ സാധിക്കുന്ന അനുച്ഛേദങ്ങളാണ്. 21 അനുച്ഛേദം ഈ രാജ്യത്തെ പൗരന്മാരോട് ഉറപ്പിച്ചു പറയുന്നതാണ്, നിങ്ങൾക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ട്. വെറും ജീവിക്കാനുള്ള അന്തസ്സാ. അഭിമന്യ തോമസ് ജെ നെറ്റോ പിതാവിനെ ഉദ്ഘാടന പ്രസംഗത്തിനായി ഞാൻ ഏറെ സ്നേഹ ബഹുമാനത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. മാത്യൂസ് മാർ പോളിക്കാർ പിതാവേ, CPI-യുടെ സ്റ്റേറ്റ് സെക്രട്ടറി ശ്രീ ബിനോയ് വിശ്വം, KPCC-യുടെ മുൻ പ്രസിഡന്റ് ശ്രീ VM സുധീരൻ, റവറൻഡ് ഫാദർ ജോസഫ് മോർലി കൈതപ്പറമ്പിൽ, ബഹുമാന്യനായ ഭീമാപള്ളി റഷീദ്, ശ്രീമതി ജോളി പത്രോസ്, ശ്രീ വർഗീസ് PP, വേദിയിലും സദസ്സിലും ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും വളരെ സന്തോഷത്തോടും സ്നേഹത്തോടും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ഇവിടെ ഒരു തെരുവ് നാടൻ മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ് നടത്തുകയുണ്ടായി. അത് വീക്ഷിച്ചവർക്ക് മനസ്സിലാകും ഈ പ്രശ്നം എന്താണെന്നുള്ളതും അതിൻ്റെ ഗൗരവം എന്താണെന്നുള്ളതും. അതിനുശേഷം ഇപ്പോൾ ബഹുമാനപ്പെട്ട തോമസ് തറയിലച്ചൻ വളരെ സമഗ്രമായ ഒരു വിവരണമാണ് ഇതേപ്പറ്റി നമുക്ക് നൽകിയത്. അതുകൊണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നതിന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു കാര്യം മാത്രമാണ് എനിക്ക് അടിവരയിട്ട് പറയാനുള്ളത്. അതായത് നമ്മുടെ കേരളം മതേതരത്വത്തിനും അതുപോലെ തന്നെ മതസൗഹാർദ്ദത്തിനും പേര് കേട്ട ഒരു സ്ഥലമാണ്. അതേസമയം ഒരു കേരളത്തിൽ തന്നെ ഇപ്രകാരം നീതി നിഷേധിക്കപ്പെട്ട ഒരു ജനസമൂഹം അവർ പീഡനം വേദന അനുഭവിക്കുമ്പോൾ അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക, അവരോട് കൂടെ ഞങ്ങളുണ്ട് എന്ന് പ്രഖ്യാപിക്കുക യും മനുഷ്യസ്നേഹിയുടെയും കടമയാണ്. അതുകൊണ്ട് തന്നെ നാം എല്ലാവരും ഈ വേദന അനുഭവിക്കുന്ന, എവിക്ഷൻ നേരിടുന്ന ആ ജനസമൂഹത്തോട് നമ്മൾ ഒന്നു ചേരുന്നു. ജസ്റ്റിസ് ഡിലൈഡ് ഈസ് ജസ്റ്റിസ് ഡിനൈഡ്. എത്രയും പെട്ടെന്ന് അവർക്ക് ലഭിക്കേണ്ട ഈ നീതി ലഭിക്കണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഏതെങ്കിലും മതവിഭാഗങ്ങൾ തമ്മിലുള്ള ഒരു സ്പർദ്ധയോ അല്ലെങ്കിൽ പ്രശ്നമോ അല്ല. ഇത് ജീവിക്കാനുള്ള ഒരവകാശമാണ്. ഇന്ത്യൻ ഭരണഘടന നമുക്ക് നൽകുന്ന ഒരു ഗ്യാരണ്ടി ഉണ്ട്. ഞാൻ ഇന്ത്യൻ ഭരണഘടന നമ്മുടെ വേദപുസ്തകം കഴിഞ്ഞാൽ പിന്നീട് കാണുന്ന ഈ ബൈബിളായിട്ട് കാണുന്നത് ഇന്ത്യൻ ഭരണഘടനയാണ്, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. അതിൽ നമുക്ക് പറയുന്ന ആ ഒരു ഗ്യാരണ്ടി ഉണ്ടല്ലോ, ജീവനും സ്വത്തിനുമുള്ള ആ ഒരു സംരക്ഷണം. അത് ഈ ഇന്ത്യയിൽ ജനിച്ച് ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കുമുള്ള വലിയ ഒരു അവകാശമാണ്. ആ അവകാശം സംരക്ഷിക്കപ്പെടുവാൻ നാം എല്ലാവരും ഏതറ്റം വരെയും പോകണം എന്ന് മാത്രമാണ് എനിക്ക് അവസരത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. പീഡന അനുഭവിക്കുന്ന, വേദന അനുഭവിക്കുന്ന ആ ജനസമൂഹത്തോട് നമ്മൾ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. തിരുവനന്തപുരം മേജർ അതിരൂപത്തെ അത്യോഫ്യനെ കാതോലിക്ക ബാവ ബസേലിയോസ് കാർഡിനൽ ക്ലിമ്മിസിൻ്റെ പേരിലുള്ള പിന്തുണയും ഐക്യദാർഢ്യവും തിരുവനന്തപുരം മേജർ അതിരൂപതയുടെ പേരിലുള്ള എല്ലാ സർവ്വ പിന്തുണയും ഈ അവസരത്തിൽ അറിയിച്ചുകൊണ്ട് ഈ വേദന അനുഭവിക്കുന്ന ജനസമൂഹത്തിന് എത്രയും പെട്ടെന്ന് നീതി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കും. മുനമ്പത്ത് കടലോരത്ത് ജീവിക്കുന്ന എല്ലാ
സഹോദരങ്ങളെ കേൾക്കുവാൻ വേണ്ടി ഉറപ്പിച്ചു പറയുന്നു. നമ്മളെല്ലാം ലക്ഷ്യം നേടുന്നവരെയും അവകാശങ്ങൾ സ്ഥാപിക്കപ്പെടുന്നവരെയും അവരുടെ കൂടെ നമ്മളെല്ലാവരും ഉണ്ടാകും. അതിൽ തക്കവെന്ന് വാക്കുന്നുണ്ട്. ഇവിടെ ആദരണീയനായ നെറ്റ്വർക്ക് പിതാവ് സംസാരിച്ചപ്പോൾ അദ്ദേഹം സൂക്ഷിച്ച ആ ഒരു സംയമനത്തിൻ്റെ രീതി ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി. ക്രിസ്തുവിൻ്റെ മാർഗം പിൻപറ്റുന്ന ഒരു സഭാ മേധാവി ഇന്ന് പറയേണ്ട ഭാഷ എന്താണ്, ഇന്ന് എത്തിപ്പിടിക്കേണ്ട ശൈലി എന്താണ്, ഇതെല്ലാമാണ് അദ്ദേഹത്തിൻ്റെ വാക്കിലും ഭാവത്തിലും ഞാൻ കണ്ടത്. അതിൻ്റെ ബന്ധുവാണ് ഞാനെന്ന് പറയാൻ കമ്മ്യൂണിസ്റ്റായ ഞാൻ ഒരു പണിയും കാണിക്കുന്നില്ല. നമുക്ക് വേണമെങ്കിൽ വ്യാഖ്യാനത്തിൻ്റെയും വ്യാഖ്യാന പദങ്ങളുടെയും വഴികളിലൂടെ പോയാൽ ആളിക്കത്തിപ്പിക്കാൻ പറ്റും വികാരങ്ങൾ. ഇത് പക്ഷേ വികാരങ്ങൾക്ക് ആളിക്കത്തിക്കാൻ ഇളവുണ്ടാക്കേണ്ട നേരമല്ല. മനുഷ്യർക്ക് അവരുടെ മണ്ണിൽ വില കൊടുത്തു വാങ്ങിയ മണ്ണിൽ ജീവിക്കാൻ അവകാശമുണ്ട്. അവകാശത്തെ ആരും ചോദ്യം ചെയ്യാൻ പോകുന്നില്ല. ഗവൺമെൻറ്റിൻ്റെ വഴി അതായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. 28-ാം തീയതിയിലെ യോഗം സർക്കാർ 22-ലേക്ക് മുൻകൂട്ടി വെച്ചത് ഒരു മനോഭാവത്തിൻ്റെ പ്രകടനമാണ്. ഒരു കാഴ്ചപ്പാടിന് വിളംബരം ചെയ്യുന്നുണ്ട്. അന്നത്തെ യോഗം തീർച്ചയായിട്ടും ചെറിയിലേക്കുള്ള യാത്രയിൽ മുന്നോട്ട് പോകാൻ എല്ലാവരെയും സഹായിക്കുമെന്ന് ഉറപ്പിക്കാൻ നമുക്കല്ല. ഒന്നുറപ്പാണ്, മുനമ്പത്തെ ജനങ്ങൾ, പാവപ്പെട്ട മനുഷ്യർ, അവരുടെ മണ്ണ് അവരുടേതായിരിക്കും. അതിനുവേണ്ടി മറികടക്കേണ്ട ഒരുപാട് കടമകളുണ്ടാകാം. നിയമത്തിൻ്റെ, നിയമവ്യാഖ്യാനത്തിൻ്റെ, സാമൂഹിക മൊത്തത്തിൻ്റെ എല്ലാ പല വിഷയങ്ങളും കണ്ടേക്കാം. അതിനെല്ലാം മറികടന്നുകൊണ്ട് നമുക്കതിനെ പിൻവലിക്കാൻ പറ്റും. ഇക്കാര്യത്തിൽ കേരളത്തിൻ്റെ പൊതുമനസ്സിൽ പോലെ ചിന്തിക്കുന്നുണ്ട്. ഇവിടെ പറഞ്ഞില്ലേ, മുസ്ലിം സംഘടനകൾ ഒന്നിച്ചു കൂടിയപ്പോൾ പലരും ഓർത്തു കേരളത്തിൽ വളരെ വേഗം തന്നെ ഒരു ക്രിസ്ത്യൻ മുസ്ലിം യുദ്ധം ആരംഭിക്കാൻ പോവുകയാണ്. മുനമ്പത്തെ പ്രശ്നത്തെ ആളിക്കത്തിപ്പിക്കാൻ വേണ്ടി പ്രകോപനത്തിൻ്റെ ഭാഷയിൽ ഈ മുസ്ലിം കൂട്ടായ്മ സംസാരിക്കുമെന്ന് എല്ലാവരും ഓർത്തു. പക്ഷെ വളരെ ശ്രദ്ധേയമായ സംയമനമാണ് ആ യോഗത്തിൽ നമ്മൾ കേട്ടത്. ഈ വിഷയത്തിൽ ഞങ്ങളുടെ വികാരം സമരം ചെയ്യുന്ന അവിടുത്തെ സഹോദരങ്ങളുടെ കൂടെയാണെന്ന് ഒറ്റക്കെട്ടായി ഒരേ സ്ഥലത്തിൽ പറഞ്ഞു എല്ലാ മുസ്ലിം സംഘടനകളും. സുഹൃത്തുക്കളെ, ഇതാണ് കേരളം. ഇതാണ് കേരളത്തിൻ്റെ മഹത്വം. ഈ കേരളത്തെ സമുദായ സ്പർദ്ധയുടെ, വർഗീയ ഭ്രാന്തിൻ്റെ വേദിയാക്കി മാറ്റാൻ ആരെയും സമ്മതിക്കാൻ പോകുന്നില്ല. അത് നമ്മുടെ ബോധ്യമാണ്. ആ ബോധ്യം കൊടുത്ത് ചേരുമ്പോഴേ നാം കെട്ടിപ്പിടിക്കുന്ന ഐക്യദാർഢ്യമെന്ന വികാരത്തിൻ്റെ അർത്ഥം പൂർത്തിയാകുമെന്ന് എനിക്കും നിങ്ങൾക്ക് പറയാം. ഈ ദിവസങ്ങളിലെല്ലാം നമ്മൾ ചില ഗ്രന്ഥങ്ങളുടെ ചില വർത്തമാനങ്ങൾ കേട്ടു. തണ്ടല്ലൂരും എന്ന് പറയുന്ന ചില ആൾക്കാരെ നമ്മൾ കാണുന്നു. അതൊന്നും മുനമ്പത്തെ വിഷയത്തിൻ്റെ പരിഹാരം ലക്ഷ്യമാക്കിയ പ്രസ്താവനകളല്ല. മുനമ്പത്തേക്ക് ഒരുപാട് പേർ ഇപ്പോൾ തീർത്ഥയാത്ര പോകുമ്പോൾ പോകാൻ ശ്രമിക്കുന്നുണ്ട്. ആ പോക്കിനകത്തും ഒരർത്ഥം ഞാൻ കാണുന്നില്ല. മുനമ്പത്ത് വേണ്ടത് പ്രശ്നപരിഹാരമാണ്. പരിഹാരമുണ്ടാക്കാൻ നമ്മളെല്ലാം എങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടോ അതുപോലെ തന്നെ അതിനെ മാനിച്ചുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ് അത് പങ്കുവഹിക്കുമെന്ന് ഉറപ്പുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് ഞാൻ. ഇന്നും ഞാൻ കണ്ടിരുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ചില കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ഞങ്ങൾ പറഞ്ഞൊരു കാര്യം മുൻപത്തെ കാര്യമായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കുമുള്ള വികാരം, എനിക്കുമുള്ള വികാരം, നമ്മുടെ എല്ലാ വികാരം തന്നെയാണ് അദ്ദേഹത്തിൻ്റെതുമെന്ന് ആ സംഭാഷണത്തിലും മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ സൂചിപ്പിച്ച കാര്യം ഇവിടെ ഞാൻ പറയാതിരുന്നാൽ ശരിയാവുകയില്ല. അത് ഞാൻ പറയുന്നു. ആ ഒരു ബോധ്യത്തെ കൂടി പ്രകടിപ്പിച്ച് ഞാൻ പറയുകയാണ്. പ്രശ്നത്തെ പരിഹാരത്തിന് വേണ്ടി സംസ്ഥാന ഗവൺമെൻറ് വഹിക്കേണ്ടത് ഈ സർക്കാർ വഹിക്കും. ഒരുപാട് ഞാൻ പറയാൻ ശ്രമിക്കുന്നില്ല. ഞാൻ കയ്യിൽ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്.
ആ പുസ്തകത്തിൻ്റെ പേര് വിചാരധാരകളെന്നാണ്. അതിലെ 11-ാം അധ്യായത്തിലെ പ്രതിപാദ്യ വിഷയം രാഷ്ട്രത്തിൻ്റെ ആഭ്യന്തര ശത്രു ആരാണ് എന്നതിനെ പറ്റിയാണ്. അത് പറയുന്നുണ്ട്, ശത്രുവിൻ്റെ പേര് മുസ്ലിമുകൾ എന്നാണ്. രാഷ്ട്രത്തിൻ്റെ ആഭ്യന്തര ശത്രു. ശത്രു മുസ്ലിമാണല്ലോ എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുവെങ്കിൽ അവർ കേട്ടുകൊള്ളുക. അധ്യായം 12 പറയുന്നത് രാഷ്ട്രത്തിൻ്റെ രണ്ടാമത്തെ ആഭ്യന്തര ശത്രു ക്രിസ്ത്യാനികളാണെന്നാണ്. ഇതേ പുസ്തകം പറയുകയാണ് രാഷ്ട്രത്തിൻ്റെ മൂന്നാമത്തെ ആഭ്യന്തര ശത്രു കമ്മ്യൂണിസ്റ്റുകാരാണെന്നാണ്. അങ്ങനെ ഒന്നുണ്ട് നാട്ടിൽ. വിചാരധാരയാണ്. ഈ വിചാരധാര ഇന്നത്തെ രാഷ്ട്രീയത്തിൻ്റെ വലിയ കേന്ദ്രങ്ങളെ നയിക്കുന്ന വിചാരധാരയാണ്. അത്തരക്കാർ വെള്ളം കലക്കാൻ വന്നാൽ, അത്തരക്കാർ വെള്ളം കലക്കി മീൻ പിടിക്കാൻ വന്നാൽ ആ തന്ത്രത്തിൻ്റെ കെണിയിൽ തലവെച്ച് കൊടുക്കാതിരിക്കാനുള്ള രാഷ്ട്രീയ ജാഗ്രതയും സാമൂഹ്യ ബോധവും നമുക്കെല്ലാവർക്കും ഉണ്ടാകുമെന്നും എനിക്ക് ഉറപ്പാണ്. ആ ഉറപ്പ് ഇവിടെ വെച്ച് ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഒരുപാട് കാര്യങ്ങൾ പറയാൻ ഒന്നുണ്ടെങ്കിലും ഒരുപാട് സംസാരിക്കാനിരിക്കെ ഒന്നും ഞാൻ കടന്നു വരുന്നില്ല. മനുഷ്യൻ്റെ അവകാശങ്ങളെപ്പറ്റി ചിന്തിച്ച ആദ്യത്തെ പോരാളി ഞാൻ പറയും യേശുക്രിസ്തുവാണെന്ന് പറയും. 2000 കൊല്ലം മുമ്പ് നീതിക്ക് വേണ്ടിയും ന്യായത്തിന് വേണ്ടിയും പോരാടിയ ആ പോരാളി, നിങ്ങൾ എൻ്റെ പിതാവിൻ്റെ ആലയത്തെ അശുദ്ധമാക്കുന്നു, ഞാൻ നിങ്ങളെ ചാട്ടവാറിനാൽ അടിച്ച് പുറത്താക്കൽ വന്നുവെന്ന് പറഞ്ഞ ആ നീതിമാൻ, ആ സ്വരം നമുക്കിങ്ങനെ മറക്കാൻ കഴിയും. ആകാശത്തിലെ കുരുവികളെ നോക്കി അദ്ദേഹം പറഞ്ഞതും നാം മറക്കുന്നില്ല. വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂമ്പാരം കൂട്ടി വയ്ക്കുന്നില്ല എന്ന് പറഞ്ഞ ദർശനത്തിൻ്റെ സമത്വബോധവും നാം ഓർക്കുന്നു. അത് അനീതിക്കെതിരായുള്ള പോരാട്ടത്തിൻ്റെ എക്കാലത്തെ ആഹ്വാനമാണെന്ന് തിരിച്ചറിഞ്ഞവരാണ് ഇവിടെ കൂടിയ മഹാഭൂരിപക്ഷം പേരുമെന്നും എനിക്കറിയാം. വിശ്വാസപരമായി ഞാൻ ഭൗതികവാദിയാണ്. പക്ഷേ ഭൗതികവാദിയും ആത്മീയവാദിയും തമ്മിൽ ഒന്നിച്ചു പോകേണ്ട ഘട്ടമാണ് ഈ ഘട്ടമെന്ന് നല്ലവണ്ണം എനിക്കറിയാം. ഒന്നിച്ചു പോക്കിൻ്റെ ആവശ്യകത വളരെ കൂടുതലാണെന്ന് ഓരോ ദിവസങ്ങളും സംഭവങ്ങളും നമ്മൾ പറയുന്നു. അതുകൊണ്ട് തന്നെ നമുക്കെല്ലാം ചേർന്നുകൊണ്ട് ഇന്നത്തെ ലോകത്തെ ഏറ്റവും മുഖ്യ പ്രശ്നമായ മനുഷ്യനെ മുമ്പിൽ കണ്ടുകൊണ്ട് അവൻ്റെ വ്യഥകളെ അകറ്റുവാൻ വേണ്ടി, അവൻ്റെ കണ്ണീരൊപ്പുവാൻ വേണ്ടി കൈകോർത്ത് പിടിക്കാൻ സമയമായി എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കട്ടെ. എല്ലാവർക്കും നമസ്കാരം. ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്കുള്ള ശക്തമായ മറുപടിയാണ്. ഭിന്നിപ്പിച്ചതല്ല നമ്മുടെ ദൗത്യം, ഒന്നിപ്പിക്കലിൻ്റെതാണ്. ജനാധിപത്യ മതേതരത്വമാണ് നമ്മുടെ ലക്ഷ്യം. മതസൗഹാർദ്ദമാണ് കേരളത്തിൻ്റെ സൗരഭ്യം, കേരളത്തിൻ്റെ സമ്പത്ത്. ആ പശ്ചാത്തലം നിലനിർത്തിക്കൊണ്ട് പ്രശ്നങ്ങൾ യാഥാർത്ഥ്യബോധത്തോടുകൂടി പരിഹരിക്കുക എന്നുള്ളതാണ് കരണീയമായിട്ടുള്ളത്. ഞാൻ 2 ദിവസം മുമ്പ് മുനമ്പത്ത് പോയിരുന്നു. അവിടുത്തെ സഹോദരങ്ങളുമായി ആശയവിനിമയം നടത്തിയിരുന്നു. വളരെ കൃത്യമായി മനസ്സിലാകുന്ന കാര്യമാണ് അവിടെ നടത്തുന്നത് ജീവിക്കാൻ വേണ്ടിയുള്ള സമരമാണ്. ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൻ്റെ പ്രശ്നമല്ല, ഇത് മനുഷ്യ ജീവിതത്തിൻ്റെ പ്രശ്നമാണ് അവിടെ കാണാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ സ്വന്തം മണ്ണിൽ ജീവിക്കാനുള്ള അവകാശങ്ങളെ, അവരുടെ അവകാശങ്ങളെ ചോദ്യം ചെയ്യാൻ, അതിനു നേരെ ഭീഷണി ഉയർത്താൻ ആരെയും അനുവദിക്കാനാവില്ല. അങ്ങനെ ഭീഷണി ഉയർത്തുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ചെയ്യുന്നത് ഏറ്റവും വലിയ അനീതിയാണ്, കടുത്ത ജനദ്രോഹമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇവിടെ സമയം ഓരോരുത്തരും കൃത്യമായി നിശ്ചയിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ വർഷങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട നിയമസഭയിലെ അംഗങ്ങൾക്ക് നിശ്ചിത സമയത്തിനുള്ളിൽ പ്രസംഗം പൂർത്തിയാക്കാൻ വേണ്ടി ശ്രദ്ധിച്ചിരുന്ന ഒരാളാണ്. അതുകൊണ്ട് ആ പരിധി വിട്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. തന്നെയുമല്ല, ഈ കൂട്ടായ്മ, ഈ സന്ദേശം എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്ത് ഈ മഹത്തായ ഈ രക്തസാക്ഷി മണ്ഡപത്തിൻ്റെ മുന്നിൽ നടക്കുന്ന ഈ സമ്മേളനം നൽകുന്ന ആ സാഹോദര്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, നീതിയുടെ
ധാർമ്മികതയുടെ സന്ദേശം കേരളത്തിന് ഏറ്റവും വലിയ ഒരു പരിഹാരമാണ്. കേരളം നേരിടുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒരു കാര്യം മാത്രമാണ് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്. ഇതോടെ അഭിമന്യനായ നമ്മുടെ പോളികാർപ്സ് പിതാവ് അദ്ദേഹം പ്രയോഗിച്ചൊരു പദപ്രയോഗം, ജസ്റ്റിസ് ഡിലൈഡ് ഈസ് ജസ്റ്റിസ് ഡിലൈഡ്. ഏത് പ്രശ്നമുണ്ടായാലും സമയോചിതമായി സത്വരമായി ഇടപെട്ട് അതിന് പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒരു ഭരണകൂടത്തിൻ്റെ പരമപ്രധാനമായ ഉത്തരവാദിത്വം. ഈ പ്രശ്നം വളരെയേറെ നീണ്ടുപോയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് പല നിശ്ചിത താല്പര്യക്കാർക്കും മുതലെടുപ്പ് നടത്താനുള്ള ശ്രമങ്ങളെങ്കിലും, വിഫലമായ ശ്രമങ്ങളാണെങ്കിലും അത് നടത്താൻ അവർക്ക് മുന്നോട്ട് വരാനായി. പക്ഷേ സമയോചിതമായി ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുക. ഇനിയും ഒട്ടും വൈകരുത്. ഞാൻ ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഒരു കത്ത് നൽകിയിരുന്നു. മറ്റൊന്നുമല്ല, അവിടെ മുനമ്പത്ത് പോയ ഒരു അനുഭവത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഞാൻ ആ കത്ത് നൽകിയത്. നീട്ടിക്കൊണ്ട് പോകരുത്. 28 വെച്ചു, അത് 22 മുൻകൂട്ടി നിശ്ചയിച്ചു, നല്ല കാര്യം തന്നെയാണ്. പക്ഷേ എനിക്ക് പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹം ഇന്നലെ സമരസമിതിക്കാരെ കണ്ടപ്പോൾ ഞാൻ സമരസമിതിയുടെ പ്രവർത്തകരുമായി ഇന്നും സംസാരിച്ചിരുന്നു. അവർ വലിയ പ്രതീക്ഷയിലാണ്, വലിയൊരു ആശ്വാസത്തിലാണ്. പക്ഷേ സമരം സമാധാനപരമായി മുന്നോട്ട് കൊണ്ടുപോകുക. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് എനിക്ക് അപേക്ഷിക്കാനുള്ളതും ഇന്നലെ ഞാൻ കത്ത് മുഖാന്തരം അപേക്ഷിച്ചതും തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നു എന്നുള്ളതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കഴിയാൻ വേണ്ടി കാത്തു നിൽക്കേണ്ട കാര്യമല്ല. കാരണം ഈ പ്രശ്നം ഒരു നിമിഷം വൈകിയാൽ, ഒരു ദിവസം വൈകിയാൽ അതിൻ്റേതായ പ്രത്യാഘാതങ്ങൾ നമ്മൾ കാത്തിരിക്കുന്നുണ്ട്. കാരണം ഈ സന്ദർഭം മുതലെടുത്ത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ജനങ്ങളുടെ ഇടയിൽ ശുദ്ധമായ ജനമനസ്സിനെ അശുദ്ധമാക്കാനുള്ള വർഗീയതയുടെ അശുദ്ധി പരത്തി നാശമാക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ പക്വമായ രാഷ്ട്രീയ നേതൃത്വം കൃത്യമായൊരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ ഒട്ടും വൈകാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഈ പ്രശ്നത്തിൻ്റെ അതീവ ഗൗരവപൂർണമായ അവസ്ഥ ബോധ്യപ്പെടുത്തിയാൽ എനിക്ക് യാതൊരു സംശയമില്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സർക്കാരിന് സർവകക്ഷി യോഗം നടത്തുന്നതിന് അനുമതി നൽകും എന്ന കാര്യത്തിൽ എനിക്ക് ഒരു സംശയമില്ല. കാരണം അതിനോട് കാത്തിരിക്കാൻ. കാരണം തെരഞ്ഞെടുപ്പാണ് എന്നുള്ളത് കൊണ്ട് രാജ്യത്ത് അടിയന്തര പ്രാധാന്യമുള്ള പ്രശ്നങ്ങൾ വന്നാൽ പരിഹാരം ഉണ്ടാക്കണ്ടേ? തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പെരുമാറ്റച്ചട്ടത്തിൻ്റെ അന്തരീക്ഷം വെച്ചുകൊണ്ട്, ആ സാഹചര്യം വെച്ചുകൊണ്ട് നീണ്ടുപോകുന്നതിൽ പരം ആപൽക്കരമായി മറ്റൊന്നുമില്ല. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംസ്ഥാന ഗവൺമെൻറ് അതിനർഹിക്കുന്ന ഗൗരവത്തോടെ സമീപിച്ച് സംസ്ഥാനത്ത് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള ഈ സാഹചര്യം ബോധ്യപ്പെടുത്തി സംസ്ഥാന സർക്കാരിന് നടത്താൻ സാധിക്കും. ഇന്ന് മാധ്യമങ്ങൾ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടത് ഉന്നതതല യോഗം വിളിക്കും എന്നാണ്. ഉന്നതതല യോഗം വിളിക്കുമെന്ന് പറയുമ്പോൾ അതിനകത്ത് സംസ്ഥാന ഭരണാധികാരികളും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും മാത്രമേ വരൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് എൻ്റെ വിനീതമായ അഭിപ്രായം ഇന്നലെയും ആവശ്യപ്പെട്ടത്, ഇവിടെ നേരത്തെ യൂണിയൻ സൂചിപ്പിച്ചു, ഒരു സർവകക്ഷി യോഗം അടിയന്തരമായി വിളിച്ചു കൂട്ടുക എന്നുള്ളതാണ് കരണീയമായിട്ടുള്ളത്. ആ സർവകക്ഷി യോഗത്തിലേക്ക് നമുക്ക് ഉന്നത യോഗത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ക്ഷണിക്കാം. അതോടൊപ്പം തന്നെ സമരസമിതിയുടെ പ്രവർത്തകരെയും പ്രതിനിധികളെയും ക്ഷണിക്കണം. അവർക്ക് പറയാനുള്ളത് കേൾക്കാതെ പോകുന്നത് ഉചിതമല്ലല്ലോ. അവരെയും ക്ഷണിക്കണം. മറ്റ് ബന്ധപ്പെട്ട ആരെ ക്ഷണിക്കണമെന്ന് സർക്കാർ തീരുമാനിക്കട്ടെ, ഔദ്യോഗികമായി തീരുമാനിക്കണം. സർക്കാർ വിചാരിച്ചാൽ എളുപ്പത്തിൽ പരിഹരിക്കാവുന്ന ഒരു പ്രശ്നം കൂടിയാണ്. കാരണം ഈ പ്രശ്നത്തിൽ അനാവശ്യമായി അല്ലെങ്കിൽ വലിച്ചെറിയപ്പെട്ട ഒരു പേര്, അല്ലെങ്കിൽ ഉയർന്നു വന്നിട്ടുള്ള ഒരു പേര് വഖഫിൻ്റെ പേരാണല്ലോ. സംസ്ഥാന വഖഫ് ബോർഡ് എന്ന് പറഞ്ഞാൽ സംസ്ഥാന സർക്കാർ നിശ്ചയിക്കുന്നതാണ്. അതാത് കാലത്ത് വരുന്ന സംസ്ഥാന സർക്കാരുകളാണ് വഖഫ് ബോർഡിനെ നിശ്ചയിക്കുന്നത്. സംസ്ഥാന സർക്കാരിന് തീർച്ചയായും അതിൽ ഏത് സർക്കാരാണെങ്കിലും അതാത് കാലത്തെ വഖഫ് ബോർഡിൽ അവർക്ക് സ്വാധീനമുണ്ട്. സംസ്ഥാന സർക്കാർ തീരുമാനിച്ചാൽ വഖഫ് ബോർഡിനെ വേണ്ട രീതിയിൽ ഉപദേശിച്ച് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല.
ഇതിലൊരു വർഗീയതയുടെ പ്രശ്നമില്ല. എനിക്ക് നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ നമ്മുടെ മുസ്ലിം സംഘടനകൾ, ബഹുമാന്യനായ സാദിഖ് അലി ശിഹാബ് തങ്ങൾ, അതുപോലെ തന്നെ PK കുഞ്ഞാലിക്കുട്ടി, അവരൊക്കെ അവരുടെ നേതൃത്വത്തിൽ മുഖ്യധാര മുസ്ലിം സംഘടനകളെ വിളിച്ചുകൂട്ടി ചർച്ച ചെയ്തു. ഈ പ്രശ്നത്തിൽ മുൻപത്തെ സഹോദരന്മാരോടൊപ്പമാണ് സമരത്തിലേർപ്പെട്ട, സമരം ചെയ്യാൻ നിർബന്ധിതരായ ആ സഹോദരന്മാരോടൊപ്പമാണ് എന്ന് കൃത്യമായി അവർ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഒരു തരത്തിലുള്ള വർഗീയ ധ്രുവീകരണത്തിൻ്റെ പ്രശ്നം ഇതിനകത്ത് വരുന്നില്ല. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള, സംസ്ഥാന സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള വഖഫ് ബോർഡ് അനാവശ്യമായ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നത് അവരതിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അവകാശവാദത്തിൽ നിന്നും അവർ പിന്തിരിയണം. തന്നെയുമല്ല, ഇന്ന് മാധ്യമങ്ങളിൽ കണ്ട മറ്റ് ചില വാർത്തകൾ വളരെ ആശങ്കപ്പെടുത്തുന്നതാണ്. സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്തും ഇതുപോലുള്ള അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നതായി കാണുന്നു. സമാധാന അന്തരീക്ഷം കലക്കാൻ വേറെന്തെങ്കിലും വേണോ? അതുകൊണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള വഖഫ് ബോർഡ് ഏതൊരു പ്രശ്നവും പഠിക്കാതെ, ആലോചിക്കാതെ, അതിൻ്റെ യഥാർത്ഥ വസ്തുതകൾ മനസ്സിലാക്കാതെ, കൃത്യമായി അതുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് പറയാനുള്ളത് കേൾക്കാതെ, അവരുടെ ന്യായവാദങ്ങൾ കേൾക്കാതെ ഏകപക്ഷീയമായ തീരുമാനത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടാകരുത്. ആ ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ സംസ്ഥാന സർക്കാർ വഖഫ് ബോർഡിന് കൃത്യമായിട്ടുള്ള നിർദ്ദേശം നൽകുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ കാര്യത്തിൽ എത്രയും പെട്ടെന്ന് പരിഹാരമുണ്ടാക്കുക. തെരഞ്ഞെടുപ്പായതുകൊണ്ട് നീട്ടിക്കൊണ്ടു പോകേണ്ടതില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെടുത്തി, ഇതിൻ്റെ അതീവ ഗൗരവ സ്വഭാവം ശ്രദ്ധയിൽപ്പെടുത്തി അടിയന്തരമായി തന്നെ, കാരണം ഇന്ന് 12, 22 എന്ന് പറയുമ്പോൾ 10 ദിവസം കൂടി കാത്തിരിക്കണം. അതുവരെ കാത്തിരിക്കുക എന്നുള്ളത് അവിടുത്തെ കാര്യങ്ങൾ, ഈ പ്രശ്നത്തിൻ്റെ യഥാർത്ഥ വശങ്ങൾ വിലയിരുത്തുന്ന ആർക്കും സമ്മതിക്കാവുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കൂടണം. അത് ഉന്നതതല യോഗം എന്ന് പറയുമ്പോൾ ആ ഉന്നതതല യോഗത്തിൽ പങ്കെടുക്കുന്നവരും അവരുൾപ്പെടെയുള്ള ആളുകളെ കൂടി ചേർത്തുകൊണ്ട്, സമരസമിതിയുടെ പ്രതിനിധികളെ കൂടി ചേർത്തുകൊണ്ട് ഒരു സർവകക്ഷി യോഗം എത്രയും പെട്ടെന്ന് ചേരുക എന്നുള്ളതാണ് പരമപ്രധാനമായിട്ടുള്ളത്. ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാകണം. ഏറ്റുകെട്ടിയൊരു പരിഹാരം ഈ പ്രശ്നത്തിന് ഒട്ടും പരിഹാരമല്ല എന്നുള്ളത് ഒരു എല്ലാവർക്കും അറിയുന്ന കാര്യം. ഇവിടെ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ, തറയിലച്ഛനൊക്കെ ചൂണ്ടിക്കാണിച്ചതുപോലെ, എന്തെങ്കിലും തരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളുമായി പോയാൽ ഇവിടെ നിൽക്കില്ല. നാം ഒട്ടും ആഗ്രഹിക്കാത്ത തരങ്ങളിലേക്ക് ഈ പ്രശ്നങ്ങൾ, നമ്മുടെ സാമൂഹ്യ അന്തരീക്ഷം മോശമായി പോകാനുള്ള സാധ്യതയുണ്ട്. ഭാഗ്യവശാൽ കേരളം, ഞാൻ ഇപ്പോഴും ആദരവോടെ കാണുന്നു, ബാബറി മസ്ജിദ് ഒരിക്കലും തകർക്കാൻ പാടില്ലാത്തതാണ്. ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ആദരണീയനായ നേതാവ് ശിഹാബ് തങ്ങൾ കാണിച്ച ഒരു പക്വതയുണ്ട്, ഒരു സമുചിതതയുണ്ട്. അന്ന് അദ്ദേഹവും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും സ്വീകരിച്ച നിലപാടാണ് കേരളത്തെ ഒരു വലിയ സംഘർഷത്തിൽ നിന്നും രക്ഷിച്ചെടുത്തത് എന്ന്. വൈകാരികമായ ഒരു അന്തരീക്ഷം വളർന്നു വരാൻ സാധ്യതയുള്ള ആ സാഹചര്യത്തിൽ അതില്ലാതെ സമചിത്തതയോടെ കേരളത്തിന് ഒന്നിച്ച് മുന്നോട്ട് പോകാൻ കളമൊരുക്കിയത് മൺമറഞ്ഞു പോയ ശിഹാബ് തങ്ങളാണ് എന്നുള്ളത് ഞാൻ ആദരവോടുകൂടി ഈ അവസരത്തെ അത്രയും മഹത്തായൊരു പാരമ്പര്യം നമുക്കുണ്ട്, പശ്ചാത്തലം നമുക്കുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും കേരളത്തിലെ മതസൗഹാർദ്ദത്തിന് തെല്ല് പോലും ഉലച്ചിലുണ്ടാകാതെ എല്ലാ അർത്ഥത്തിലും നമ്മുടെ ഭരണഘടനയുടെ കീഴിൽ നിന്നുകൊണ്ട് തന്നെ ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കുന്നതിലാണ് ജനാധിപത്യത്തിൻ്റെ വിജയം. പരിഹാരമുണ്ടാക്കുന്നതിലാണ് ജനാധിപത്യ സർക്കാരുകൾക്ക് ജനങ്ങളുടെ മുന്നിൽ തല ഉയർത്തിപ്പിടിക്കാൻ സാധിക്കുന്ന സാഹചര്യം ഒരുക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഒട്ടും വൈകാതെ അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, ഞാൻ ഒരിക്കലും പറയാൻ കാരണം ആവർത്തിക്കുന്നു, എൻ്റെ ശ്രീധൻ ബിനോയ് വിശ്വം ഇവിടെയുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രസംഗമൊക്കെ സന്ദേശമൊക്കെ നമുക്ക് വളരെ പ്രത്യാശ പകരുന്നതാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കക്ഷി രാഷ്ട്രീയത്തിൻ്റെ സമുചിത താല്പര്യങ്ങൾക്ക് അതീതമായി തന്നെ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകരാണ്.
ആളാണ് അദ്ദേഹം. അതുപോലെ തന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഈ സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് പ്രശ്ന പരിഹാരം. ഞാൻ ഈ പാളയം രക്തസാക്ഷി മണ്ഡപത്തിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് ഇവിടെ സഭാ നേതാക്കന്മാരും സഭാപിതാക്കന്മാരും മറ്റ് ബഹുമാനപ്പെട്ട വൈദികരും സിസ്റ്റേഴ്സും രാഷ്ട്രീയ സമൂഹത്തിൽപ്പെട്ട അഭിനന്ദരായ സ്വാമികളുടെ സാന്നിധ്യം ഞാനിവിടെ കാണുന്നു. ശ്രീ ബഷീറിൻ്റെ സാന്നിധ്യം വളരെയേറെ സംതൃപ്തി നൽകുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും തിരുവനന്തപുരത്തെ ഈ കൂട്ടായ്മ കേരളത്തിനുള്ള ഏറ്റവും നല്ല സന്ദേശമായി മാറും എന്ന തികഞ്ഞ ശുഭാപ്തി വിശ്വാസത്തോടുകൂടി എൻ്റെ മനസ്സിന് ശരിക്കു പറഞ്ഞാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന സംഘർഷത്തിന് അയവ് വന്നിരിക്കുകയാണ്. പിതാവിൻ്റെ സംസാരത്തോടും മറ്റ് വൈദിക ശ്രേഷ്ഠരുടെ അഭിപ്രായ പ്രകടനങ്ങളോടുകൂടി ഈ പ്രശ്നത്തെ സത്യസന്ധമായി ന്യായയുക്തമായി പരിശോധിക്കുക, പരിഹരിക്കുക. അതല്ലാതെ വൈകാരികമായ ഒരു അന്തരീക്ഷത്തിലല്ല പ്രശ്നങ്ങളെ കാണുന്നത് എന്നുള്ള ആ യഥാർത്ഥ സന്ദേശം ഏറ്റവും ഭംഗിയായി അവതരിപ്പിക്കുന്നതും ഇതിനെ മുൻകൈയെടുത്ത മറ്റെല്ലാ സഭാ നേതാക്കന്മാരെയും പ്രത്യേകിച്ച് ഈ കാര്യത്തിൽ ഒരു രാസത്വരകമായി എന്നും പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട യുവജനത്തിനെയും എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് ഞങ്ങളെപ്പോലുള്ളവർ എപ്പോഴും നിങ്ങളോടൊപ്പമുണ്ട്. ഞങ്ങളെപ്പോലുള്ളവർ മുനമ്പത്തെ സഹോദരങ്ങളോടൊപ്പമുണ്ട്. ഏതറ്റം വരെയും ഞങ്ങൾ അവരോടൊപ്പമുണ്ട് എന്ന് മാത്രം പറയുന്നു. സ്നേഹബഹുമാനമുള്ള തോമസ് തറയിലച്ചനെ സദയം ക്ഷണിക്കുന്നു. വിഷയം അവതരിപ്പിക്കുവാനായിട്ടാണ് എന്നോട് പറഞ്ഞത്. ഞാൻ നന്നായിട്ട് 3-4 പേര് ഒരുങ്ങിയൊക്കെയാണ് വന്നത്. പക്ഷേ അതൊന്നും ഇനി പറയേണ്ട ആവശ്യമില്ല എന്നിപ്പോൾ എനിക്ക് തോന്നുകയാണ്. കാരണം ഇവിടെ സമ്മേളിച്ചിരിക്കുന്ന ആരെങ്കിലും ഈ വിഷയം എന്താണെന്നോ നമ്മൾ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നതോ എന്ന് അറിയാത്തവരാരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആരെങ്കിലും ഉണ്ടോ? ആരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അറിയാവുന്നത് കൊണ്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. ഈ വിഷയം അറിഞ്ഞതുകൊണ്ടും അറിയാവുന്നത് കൊണ്ടും ഈ വിഷയത്തോട് നമുക്ക് ആഭിമുഖ്യമുള്ളത് കൊണ്ടും ആ ജനതയോട് നമുക്ക് ആത്മാവിൽ ഐക്യമുള്ളത് കൊണ്ടുമാണ് നമ്മളിവിടെ ആയിരിക്കുന്നത്. ഏതാണ്ട് 1.25 നൂറ്റാണ്ടിന് മുൻപാണ് ഈ സംഭവ പരമ്പരകളുടെ തുടക്കമെന്ന് നമുക്കറിയാം. ഏറ്റവും മനോഹരമായിട്ട് നമ്മുടെ യുവജനങ്ങൾ ഇവിടെ അതൊരു ദൃശ്യാവിഷ്കാരമായിട്ട് ഈ സംഭവങ്ങൾ സംക്ഷിപ്തമായിട്ട് അവതരിപ്പിച്ചു. ഗുജറാത്തിൽ നിന്ന് വന്ന ഒരു സേട്ടിന് തിരുവിതാംകൂർ മഹാരാജാവ് ദാനമായിട്ട് അല്ലെങ്കിൽ ലീസായിട്ട് കൊടുത്ത ഭൂമി 950-കളാകുമ്പോഴത്തേക്കും അദ്ദേഹത്തിന്റെ പിൻതലമുറക്കാരൻ അത് രജിസ്റ്റർ ചെയ്തെടുക്കുന്നു. പിന്നീട് അദ്ദേഹം അത് ഔദാര്യപൂർവ്വം ഫാറൂഖ് കോളേജിന് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായിട്ട് കൊടുക്കുന്നു. ആ കൊടുക്കുന്ന ആധാരം നമ്മുടെ ദായക്രമത്തിൽ ദാനയാധാരമാണ്. ഞാൻ ആ ആധാരം കണ്ടതാണ്. ഞാൻ എറണാകുളത്ത് നിന്ന് വരുന്ന ആളാണ്. KRLCCയുടെ ഓഫീസിൽ ആലുവയിൽ ജോലി ചെയ്യുന്നു. ഞാൻ ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിന് മുൻപേ തന്നെ ആ മുനമ്പത്തെ ജനതയ്ക്ക് വേണ്ടി നിങ്ങളോട് ഞാൻ തിരുവനന്തപുരത്തെ പൗരാവലിയോട് ഞാൻ നന്ദി അർപ്പിക്കുകയാണ്. കാരണം ഈ സമരം തുടങ്ങിയ കാലം മുതൽ അവരോടൊപ്പം നടക്കുന്നയാളാണ് ഞാൻ. പല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് സർക്കാരിനോട് ബന്ധപ്പെടുവാനും അല്ലാതെയും മുനമ്പത്തെ സമരരംഗത്തും എല്ലാം ഞങ്ങളുണ്ട്. അപ്പോൾ അവര് എന്നെ കാണാൻ വന്നപ്പോൾ ഈ ആധാരങ്ങളും ഈ രേഖകളും എല്ലാം കൊണ്ടുവന്ന് കാണിച്ചു. ആ ആധാരം ഫറൂഖ് കോളേജിന് എഴുതി കൊടുക്കുമ്പോൾ ദാനയാധാരം എഴുതിയപ്പോൾ അദ്ദേഹം അതിനകത്ത് എഴുതി ഈ ഭൂമി ഫറൂഖ് കോളേജിന്റെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനായി വഖഫായി ഞാൻ നൽകുന്നു. വഖഫായി നൽകുന്നു എന്ന ഒരു വാക്ക് അതിനകത്ത് എഴുതി ചേർത്തതാണ് ഇത് വഖഫ് ഭൂമിയാണെന്ന് പറയുന്നതിന്റെ ഒരു അടിസ്ഥാനമായിട്ട് കാണുന്നത്. പക്ഷേ പിന്നീട് അങ്ങോട്ട് ആ ആധാരം വായിക്കുമ്പോൾ അദ്ദേഹം കൃത്യമായിട്ട് അതിനകത്ത് പറയുന്നുണ്ട്, ഈ ഫറൂഖ് കോളേജിന് ഏതെങ്കിലും കാരണവശാൽ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടു പോകാൻ സാധിക്കാതെ വരികയോ ഈ ഭൂമി ആവശ്യമില്ലാതെ വരികയോ ചെയ്യുകയാണെങ്കിൽ, ഇനി അതുമല്ല വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടി തന്നെ ഈ ഭൂമി ക്രയവിക്രയം ചെയ്യണമെങ്കിൽ അതിനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യത്തോടു കൂടി ഇത് നൽകുന്നു. ഒന്നാമത്തെ വ്യവസ്ഥ. രണ്ടാമത് പറയുന്നു, ഏതെങ്കിലും കാലത്ത് ഫാറൂഖ് കോളേജ് ഇല്ലാതെയാവുകയും ഈ ഭൂമി അവശേഷിക്കുകയും ചെയ്താൽ ഈ ദാനം നൽകിയ സേട്ടിന്റെ പിൻതലമുറക്കാർക്ക് ഈ ഭൂമി തിരിച്ചു കൊടുക്കണം. രണ്ടാമത്തെ വ്യവസ്ഥ. ഇങ്ങനെ വ്യവസ്ഥകൾ വെച്ച് ദാനയാധാരമായിട്ട് കൊടുത്ത ഒരു ഭൂമിയാണ് പിൽക്കാലത്ത് ഫറൂഖ് കോളേജിന്റെ വികസനത്തിന് വേണ്ടി. കാരണം ഫറൂഖ് കോളേജ് കോഴിക്കോട് കിടക്കുന്നു, ഈ സ്ഥലം മുനമ്പത്ത് കിടക്കുന്നു. അവർക്ക് ഈ സ്ഥലം കൊണ്ട് യാതൊരു കാര്യമൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. 404 ഏക്കർ എന്നൊക്കെ പറയുന്നത് 404 ഏക്കറൊന്നും ഇല്ല. അത് വെള്ളപ്പൊക്കത്തില് പകുതിയിലധികം കടലിൽ പോയി.
ഏതാണ്ട് 60 ഏക്കറോളം വെള്ളവും 100 ചില്ലാനും ഏക്കർ ഭൂമിയുമാണ് ഈ ഫറൂഖ് കോളേജിന് അദ്ദേഹം കൊടുത്തത്. ആ ഭൂമി അവർക്ക് നോക്കി നടത്താൻ സാധിക്കാതെ വന്നപ്പോൾ ഈ ദേശത്ത് താമസിച്ചിരുന്ന 1902 ഈ ആദ്യത്തെ സേട്ട് വന്ന് തിരുവിതാംകൂർ രാജാവിനോട് ഇത് ലീസായിട്ട് എടുക്കുമ്പോൾ തന്നെ അവിടെ താമസിച്ചിരുന്ന ആളുകളുണ്ട്, അവിടെ കൃഷി ചെയ്ത് താമസിച്ചിരുന്ന ആളുകളുണ്ട്, മത്സ്യത്തൊഴിലാളികളായിട്ട് അവിടെ ജീവിക്കുന്ന മനുഷ്യരുണ്ടായിരുന്നു. അവരെല്ലാം കൂടെയാണ് വഖഫ് കൊടുക്കുന്നത്. അപ്പോൾ ആ മനുഷ്യരുടെ പിന്തലമുറക്കാരാണ് ഇന്നും അവിടെ താമസിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ മുൻപത്ത് പോയാൽ കാണാൻ 97 വയസ്സുള്ള ഒരു അമ്മച്ചിയുണ്ട്. ആ അമ്മച്ചിയുടെ അടുത്ത് പോയി ഞങ്ങൾ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അമ്മച്ചി പറഞ്ഞതാണ്, അമ്മച്ചിയുടെ വല്യപ്പൻ എന്ന് പറഞ്ഞാൽ എത്ര തലമുറ, 3 തലമുറ മുൻപില് 97 വയസ്സുള്ള അമ്മച്ചിയുടെ വല്യപ്പൻ എന്ന് പറയുമ്പോൾ വർഷം എത്രയായി? ആ വല്യപ്പൻ അവിടെ ജനിച്ചു വളർന്ന അവരുടെ ഭൂമിയിലാണ് ഇപ്പോഴും വല്യമ്മച്ചി ജീവിക്കുന്നത്. അങ്ങനെ അവിടെ ജന്മാവകാശം സിദ്ധിച്ച ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരാണ്. അപ്പോൾ 1980കളൊക്കെ ആയപ്പോഴേക്കും ഫാറൂഖ് കോളേജ് അവർക്ക് ഈ ഭൂമി നോക്കി നടത്താൻ പറ്റാതെ വന്നതുകൊണ്ട് അവിടെ ജീവിച്ചിരുന്ന മനുഷ്യർക്ക് അവര് അപ്പോഴും സ്വന്തമായിട്ട് അവകാശമാക്കി ജീവിച്ചിരിക്കുന്ന മനുഷ്യരാണ്. പക്ഷെ എങ്കിലും ഇതിങ്ങനെ ഫറൂഖ് കോളേജിന്റെ ഭൂമിയാണെന്ന് 1975 ഹൈക്കോടതിയുടെ ഒരു വിധിയുണ്ട്. ഈ ഭൂമി ഫറൂഖ് കോളേജിന് ദാനമായിട്ട് ലഭിച്ചതാണ് എന്നാണ് ഹൈക്കോടതി വിധിച്ചിരിക്കുന്നത്. അത് വഖഫ് ഭൂമിയല്ല. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് അവർക്ക് ദാനമായിട്ട് ലഭിച്ചതാണെന്ന് ഹൈക്കോടതി വിധി വന്നതുകൊണ്ട് ഈ ഭൂമി അന്ന് നിലവിലുണ്ടായിരുന്നതിനേക്കാൾ വില കൊടുത്ത് ഇവരെല്ലാവരും ആധാരം ചെയ്ത് സ്വന്തമാക്കി പട്ടയം പിടിച്ച് തണ്ടപ്പേരോടുകൂടി സർവ്വവിധ ക്രയവിക്രയ സ്വാതന്ത്ര്യത്തോടും കൂടി അനുഭവിച്ചു വരുന്ന ഭൂമിയാണ്. ഏതാണ്ട് 1000-ഓളം ആധാരങ്ങളാണ് അത്തരത്തിലുള്ളത്. അങ്ങനെ 33 ലക്ഷത്തോളം രൂപ അന്ന് ഫറൂഖ് കോളേജ് ഈ ആധാരങ്ങളുടെ ഫലമായിട്ട് അംശം കൈപ്പറ്റുകയും അതുകൊണ്ട് ഫറൂഖ് കോളേജിന്റെ എക്സ്റ്റൻഷൻ കോളേജ് അവിടെ പണിതു. മുനമ്പം എസ്റ്റേറ്റ് എന്നാണ് അതിന് പേര് കൊടുത്തിരുന്നത്, പിന്നീട് അവരത് പേര് മാറ്റി. അപ്പൊ ഇതെല്ലാം ചരിത്ര രേഖകളാണ്. അങ്ങനെ നിൽക്കുന്ന ഭൂമി ഈ മനുഷ്യർ സ്വന്തമായിട്ട് ഉപയോഗിച്ച് അവരുടെ ആവശ്യമനുസരിച്ച് ജീവിച്ചിരുന്ന ഭൂമിയിലാണ് 1989 ആരും അറിയാതെ വഖഫിന്റെ ആസ്തി രജിസ്റ്ററിലേക്ക് ഇത് കയറ്റപ്പെടുകയാണ്. വഖഫിന്റെ ആസ്തി രജിസ്റ്ററിൽ ഒരു ഭൂമി ചേർക്കണമെങ്കിൽ അതിന് അതിൻ്റെതായിട്ടുള്ള നടപടിക്രമങ്ങളുണ്ട്. ആ നടപടിക്രമങ്ങളൊന്നും പാലിച്ചില്ല. ഇവരോട് ആരോടും ചോദിച്ചില്ല, രേഖകളൊന്നും പരിശോധിച്ചില്ല. അതിന്റെയൊക്കെ പിന്നിൽ പല രാഷ്ട്രീയവും പല കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലേക്കൊന്നും ഞാൻ കിടക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഇവരാരും അറിയാതെ ഈ ഭൂമി വഖഫിന്റെ ആസ്തി രജിസ്റ്ററിൽ കടന്നുകൂടി. എന്നിട്ടും ഇവർ അറിയുന്നില്ല, പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോയിരുന്നു. 2022 2 വർഷങ്ങൾക്ക് മുൻപ് കരമടയ്ക്കാൻ ചെല്ലുമ്പോൾ ഈ കരമടയ്ക്കാൻ പറ്റില്ല, കാരണം ഈ ഭൂമി വഖഫിന്റേതാണെന്ന് വഖഫിന്റെ CEO കളക്ടർക്ക് നിർദ്ദേശം കൊടുത്തിരിക്കുന്നു. കളക്ടർ അത് റവന്യൂ അധികാരികൾക്ക്, വില്ലേജ് ഓഫീസർക്ക് നിർദ്ദേശം കൊടുത്തിരിക്കുന്നു, ഇനിമേലിൽ ആ ഭൂമിയുടെ കരം സ്വീകരിക്കരുത്. എന്തൊരു വിരോധാഭാസമാണിത്! ജനാധിപത്യ രാജ്യത്ത് നടക്കുന്ന കാര്യമാണോ ഇത്? നൂറ്റാണ്ടുകളായി ജന്മാവകാശം സിദ്ധിച്ച് പിന്നീട് അത് സ്വന്തമായിട്ട് രജിസ്റ്റർ ചെയ്ത് കൈവശം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഭൂമി ഒരു സുപ്രഭാതത്തിൽ ആരോ വന്നിട്ട് പറയുകയാണ് ഇത് നിങ്ങളുടേതല്ല എന്ന്. ആ മനുഷ്യര് എന്താണ് പറയേണ്ടത്? രക്തരൂക്ഷിതമായ വിപ്ലവങ്ങളിലേക്കൊന്നും അവർ പോയില്ല. അന്ന് മുതൽ അവര് ഇതിന്റെ നിയമവശത്തിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഹൈക്കോടതിയിൽ 5ഓളം കേസുകളുണ്ട്. ആ കേസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കേസ് വിളിക്കുമ്പോൾ ഗവൺമെന്റിന്റെ വക്കീലും ഹാജരാവുകയില്ല. അതിന്റെയൊക്കെ പിന്നിൽ എന്താണെന്ന് നമുക്കറിയാം. ഇത് ഈ രാജ്യത്തെ പൗരന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുത്തുകൊള്ളാമെന്ന് പ്രതിജ്ഞയെടുത്തുകൊണ്ട് അധികാരത്തിലേറുന്ന സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ് ഈ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളത്. അത് മാത്രമേ നമ്മൾ ആവശ്യപ്പെടുന്നുള്ളൂ. സ്ഥലം MLA-യും മന്ത്രിമാരും മറ്റു പലരും നമ്മൾ നേരിട്ട് കണ്ടു. അവരൊക്കെ അനുഭാവപൂർവ്വമായിട്ട് ഇതിനോട് എപ്പോഴും മനോഭാവം കാണിക്കുന്നുണ്ട്. പക്ഷെ നടപടിയിലേക്ക് വരുന്നില്ല. അങ്ങനെ നീണ്ടു പോയി അവസാനം ഇപ്പോൾ 30 ദിവസങ്ങൾക്ക് മുൻപ്, അതിന് കുറച്ച് നാൾ മുമ്പ് തന്നെ ഈ മുനമ്പത്ത് നിന്നുള്ള അവര് ഈ 2022 ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ ഈ കരമടയ്ക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം ഇവർ അറിയുന്നില്ല. ഇവർ അവിടെ ചെന്ന് വില്ലേജിൽ കരമടയ്ക്കാൻ ചെല്ലുമ്പോഴാണ് അറിയുന്നത് കരമടയ്ക്കാൻ പറ്റില്ല എന്ന്. പിന്നെ അവർ തിരിച്ചു വന്ന ഉടനെ തന്നെ അവരൊരുമിച്ച് കൂടി മുനമ്പം ഭൂസംരക്ഷണ സമിതി എന്ന പേരിൽ ഒരു സമിതി രൂപീകരിച്ചു. അന്ന് മുതൽ അവര് ഇതുപോലെയുള്ള പ്രക്ഷോഭ രംഗത്താണ്. ഒരു വശത്ത് സമരപരിപാടികളും മറുവശത്ത് നിയമ പോരാട്ടങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അവർ വന്നു. അവർ ആവശ്യപ്പെട്ടു സഭയുടെ പിന്തുണ അവർക്ക് വേണം.
കാരണം ഇത് കോട്ടപ്പുറം രൂപതയുടെ കീഴിലുള്ള ഒരു ഇടവകയാണ്. ആ ഇടവകയുടെ പ്രദേശത്തുള്ള 400ഓളം കുടുംബങ്ങളും ബാക്കി ഈഴവ സമുദായത്തിലെയും വേട്ടുവ സമുദായത്തിലെയും മറ്റു പല ഹൈന്ദവ സമുദായങ്ങളിലും പെട്ട സഹോദരങ്ങളും അധിവസിക്കുന്ന ഭൂമിയാണ്. വളരെ സാഹോദര്യത്തോടെ സ്നേഹത്തോടെ മിക്കവാറും 90% മത്സ്യത്തൊഴിലാളി സഹോദരങ്ങളാണ്. അവർ സഹോദരത്തോടെ ഐക്യത്തോടുകൂടെ ജീവിച്ചിരുന്ന ഭൂമിയാണ്. അവിടെയാണ് ഈ പ്രശ്നം ഉണ്ടായത്. അവരെല്ലാവരും ഒരുമിച്ചു. അവർ വന്ന് പറഞ്ഞു, സഭയുടെ സംരക്ഷണവും സഭയുടെ സപ്പോർട്ടും ഞങ്ങൾക്ക് വേണം. അങ്ങനെയാണ് KRLCC ഈ വിഷയത്തിലേക്ക് ഇടപെടുന്നത്. ആദ്യം ഒരു ശ്രദ്ധ ക്ഷണിക്കൽ സമ്മേളനം ഇതുപോലെ എറണാകുളത്ത് വഞ്ചി സ്ക്വയറിൽ നമ്മൾ നടത്തി. കോട്ടപ്പുറം രൂപതയുടെ കൂടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് നമ്മൾ ഒരു ശ്രദ്ധ ക്ഷണിക്കൽ സമ്മേളനം വഞ്ചി സ്ക്വയറിൽ നടത്തി. അതോടുകൂടിയാണ് വാസ്തവത്തിൽ പൊതു മനസ്സിലേക്ക്, പൊതുസമൂഹത്തിലേക്ക് ഈ വിഷയം വരുന്നത്. പിന്നീട് അങ്ങോട്ട് പക്ഷെ നമുക്കറിയാം, ആ കാലം മുതൽ, ആ നാൾ മുതൽ ഇങ്ങോട്ട് നമ്മുടെ ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങളൊക്കെ മുഖം തിരിഞ്ഞു നിൽക്കുകയായിരുന്നു. ഇവിടെ വന്നിരിക്കുന്ന മാധ്യമ സുഹൃത്തുക്കളോടുള്ള സകല ബഹുമാനത്തോടും ആദരവോടും കൂടി ഞാൻ പറയുകയാണ്, പടിപടിയായിട്ട് ഈ സമരത്തെ അവഗണിക്കാൻ മേലാത്തൊരു സാഹചര്യം ഉണ്ടായപ്പോൾ നമ്മുടെ എല്ലാ മാധ്യമങ്ങളും ഇപ്പോൾ നമ്മളോട് സഹകരിക്കുന്നുണ്ട്. വളരെയേറെ നന്ദി ഞാൻ അറിയിക്കുന്നു. അതുപോലെ കേരളത്തിന്റെ പൊതുസമൂഹം, സാമാന്യ ബുദ്ധിയുള്ള, സാമാന്യ വിവേകമുള്ള എല്ലാ മനുഷ്യരും, അത് ജാതി മത ഭേദമന്യേ, ഏറെ പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിലെ വിവിധ സംഘടനകള്, സമുദായ ആചാര്യന്മാര് ഒരുമിച്ച് കൂടി പറഞ്ഞു, ഈ മുനമ്പത്തെ ഭൂമി വഖഫ് ഭൂമിയല്ല, അത് അവിടെ അധിവസിക്കുന്ന ജനങ്ങൾക്ക് അവകാശപ്പെട്ട ഭൂമിയാണ്. ഏതെങ്കിലും കാലഘട്ടത്തിൽ അന്യായമായോ അറിയാതെയോ തെറ്റായോ അത് എവിടെയെങ്കിലുമൊക്കെ രേഖപ്പെടുത്തപ്പെടുകയോ ആരെങ്കിലുമൊക്കെ അവകാശം വഹിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റുകൾ തിരുത്തി ഈ മനുഷ്യർക്ക് അവിടെ സ്വസ്ഥമായി സമാധാനപൂർണമായി ജീവിക്കുവാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് വേണ്ടത് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ നിയമ പോരാട്ടങ്ങളുടെ ഇടയിൽ നമുക്കറിയാം പലതും സംഭവിച്ചിട്ടുണ്ട്. കമ്മീഷനെ വെച്ചു. ആ കമ്മീഷൻ വേണ്ടതുപോലെ ഒന്നും പഠിക്കാതെ വഖഫിന്റെ അഭിപ്രായം മാത്രം കേട്ടുകൊണ്ട് റിപ്പോർട്ട് കൊടുത്തു, അത് വഖഫ് ഭൂമിയാണ്. എന്നാൽ ഈ ഭൂമിയുടെ ആധാരങ്ങൾ പരിശോധിക്കുകയോ അവരുടെ അവകാശങ്ങൾ പരിശോധിക്കുകയോ അവരുടെ രേഖകൾ പരിശോധിക്കുകയോ അവരെ കേൾക്കുകയോ ഒന്നും ചെയ്തില്ല. വെറുതെ ഒരു റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ട് അന്നത്തെ ഗവൺമെന്റ് അംഗീകരിച്ചു, മന്ത്രിസഭ അത് അംഗീകരിച്ചു, അത് കോടതിക്ക് കൊടുത്തു. അങ്ങനെ ഇതിനിടയ്ക്ക് ഈ കരമടയ്ക്കാനുള്ള അവകാശം അവർക്ക് താൽക്കാലികമായിട്ട് അനുവദിച്ചു കൊടുത്തു. പക്ഷെ അനുവദിച്ചു കൊടുത്ത് പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? ഈ ഭൂമിക്ക് അൺഓതറൈസ്ഡ് ഒക്യുപ്പൻസ് ആയ ഈ ആളുകൾക്ക് കരമടയ്ക്കാൻ അനുമതി കൊടുക്കുന്നു. അൺഓതറൈസ്ഡ് ഒക്യുപ്പൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അനധികൃതമായ കയ്യേറ്റക്കാര്, അവർക്ക് കരമടയ്ക്കാനായിട്ട് അനുമതി കൊടുക്കുന്നു. വേറെ ഞങ്ങൾക്ക് അങ്ങനെ വേണ്ട, ഞങ്ങളവിടെ അനധികൃതമായ കയ്യേറ്റക്കാരൊന്നുമല്ല. അത് വീണ്ടും തർക്കങ്ങളിലേക്ക് പോയി, അത് അപ്പലേറ്റ് കോർട്ടിലേക്ക് പോയി, അത് ആ അനുമതി വീണ്ടും അവിടെ സസ്പെൻഡ് ചെയ്തു. അങ്ങനെ നിൽക്കുകയാണ് ഇപ്പോഴും. ഏതായാലും ഇന്നലെ ഉച്ചയ്ക്ക് ഞങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ എറണാകുളത്ത് വെച്ച് കാണുകയുണ്ടായി. അദ്ദേഹം വളരെ അനുഭാവപൂർവ്വം ഇത് പരിഗണിക്കാമെന്ന് പറഞ്ഞു. ആദ്യം 16-ാം തീയതി മീറ്റിംഗ് കൂടാമെന്ന് പറഞ്ഞിരുന്നു, ഉന്നതതല യോഗം, മന്ത്രിതല യോഗം കൂടാമെന്ന് പറഞ്ഞിരുന്നു. അത് പിന്നീട് 28 മാറ്റിവെച്ചു. ഇന്നലെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു 22-ാം തീയതിയിലേക്ക് അത് പ്രീപോൺ ചെയ്യാം. 22-ാം തീയതി തന്നെ ഈ ഉന്നതതല മന്ത്രിസഭാ യോഗം ചേർന്ന് ഇതിന് അനുഭാവപൂർണമായ നടപടിയെടുക്കാമെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. അതിന്റെ വെളിച്ചത്തിൽ നമ്മൾ സമരം തുടർന്നുകൊണ്ട് തന്നെയിരിക്കും. വളരെ സമാധാനപൂർണമായ ശാന്തമായ നിരാഹാര സമരമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അഭിനന്ദ പിതാവ് മറ്റൊക്കെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ അതിനിടയിൽ പല തൽപര കക്ഷികളും പല രീതിയിലും അവരുടെ സ്ഥാപിത താല്പര്യങ്ങൾ പ്രകടിപ്പിക്കുവാനും നേടിയെടുക്കുവാനും ഒക്കെയുള്ള അവസരമായിട്ട് ഇതിനെ, ഈ സമരത്തെ, ഈ അവകാശത്തെയൊക്കെ ഉപയോഗിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ ആ കെണിയിലൊന്നും വീഴാതെ നിന്നുകൊണ്ട് ന്യായമായ ഈ അവകാശത്തിന് ശാശ്വതവും സമ്പൂർണവുമായ പരിഹാരം, അതാണ് നമ്മുടെ ആവശ്യം. താൽക്കാലികമായിട്ട് നിങ്ങൾ നാളെ മുതൽ കരമടച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നാളെ പിന്നെയും ഇത് പ്രശ്നമായിട്ട് വരാം. ഇപ്പോൾ ചിലർ പറയുന്നൊരു കാര്യം, ഒരു കാരണവശാലും മുനമ്പത്ത് അധിവസിക്കുന്നവരെ കുടിയിറക്കുകയില്ല. അതിൽ അപകടമുണ്ട്. കുടിയിറക്കുകയില്ല എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? അവർ കുടിയേറ്റക്കാരാണെന്നാ, അല്ലെങ്കിൽ കയ്യേറ്റക്കാരാണെന്നാണ്. അങ്ങനെയല്ല, അവർ കയ്യേറ്റക്കാരല്ല, കുടിയേറ്റക്കാരല്ല, ജന്മാവകാശമുള്ള മനുഷ്യരാണ്. അപ്പൊ അതുകൊണ്ട് ആരും കുടിയിറക്കുകയാണെന്ന് പറഞ്ഞ ഔദാര്യമൊന്നും പറയണ്ട. അവരുടെ അവകാശം സ്ഥാപിച്ചു കൊടുക്കുക. നമ്മൾ ആവശ്യപ്പെടുന്നത് റവന്യൂ അവകാശങ്ങൾ പരിപൂർണമായിട്ട് ശാശ്വതമായിട്ട് പുനഃസ്ഥാപിച്ചു കൊടുക്കുക. അതിൽ താഴെയുള്ള ഒരു കോംപ്രമൈസിനും അവിടെ ഞങ്ങൾ തയ്യാറല്ല. രണ്ടാമത് മറ്റൊരു കാര്യം പറയുന്നത്, അതൊക്കെ വേറെ വിവാദങ്ങളിലേക്കൊന്നും പോകണ്ട, പക്ഷേ ഒരു സമയത്ത് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തന്നെ പറഞ്ഞു, ഇവരെ ഞങ്ങൾ ഇറക്കി വിടുകയില്ല, ഇവരവിടെ താമസിച്ചോട്ടെ, അതിന് തത്തുല്യമായ ഭൂമി കാസർഗോഡ് കണ്ടുവച്ചിട്ടുണ്ട്, അത് ഇവർക്ക് കൊടുത്തുകൊണ്ട് ഞങ്ങൾ ഈ പ്രശ്നം പരിഹരിക്കാമെന്ന്.
അതും ഞങ്ങൾ സമ്മതിക്കുന്നില്ല, ആവശ്യപ്പെടുന്നില്ല. കാരണം അവിടെയും എന്താണ് സംഭവിക്കുക? അവിടെയും സ്ഥാപിക്കുന്നത് ഇത് വക്കഭൂമിയാണ്, അതുകൊണ്ടാണ് അതിന് പകരം കൊടുക്കുന്നത്. വക്കഭൂമി അല്ലാത്ത ഭൂമിക്ക് വേണ്ടി ഇവിടുത്തെ സർക്കാരിന്റെ ഭൂമി ആർക്കെങ്കിലും തീരെഴുതി കൊടുക്കുവാനായിട്ടും നമ്മൾ സമ്മതിക്കുകയില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ശാശ്വതമായ പരിഹാരം. ഇനിമേലിൽ ഈ മനുഷ്യർക്ക് കണ്ണീരൊഴിക്കേണ്ട അവസ്ഥ ഉണ്ടാവരുത്. അവിടുത്തെ അവസ്ഥ പരിതാപകരമാണ്. ഇവിടെ പോയിട്ട് പലരുടെ ന്യൂസിലൊക്കെ അവിടെ വന്നതാണ്, അറിയാം. കാരണം 5ഉം 10ഉം ഒക്കെ സെന്റാണ് എല്ലാവർക്കും ഉള്ളത്, അതിൽ കൂടുതലൊന്നുമില്ല. അത് മക്കളുടെ കല്യാണം നടത്തുവാനായിട്ട്, മക്കളുടെ പഠനം നടത്തുവാനായിട്ട് എൻ്റെ അടുത്ത് വന്ന 2 പേരുടെ മക്കള് ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുകയാണ് വിദേശത്തേക്ക് പോകുവാനായിട്ട്. പക്ഷെ ഈ ഭൂമി പണയം വെച്ച് പൈസ എടുത്തിട്ട് വേണം അവർക്ക് പോകുവാൻ. സാധിക്കുന്നില്ല, അവരുടെ ഭാവി ഇല്ലടഞ്ഞു പോവുകയാണ്. മക്കളുടെ കല്യാണം നടക്കുന്നില്ല, രോഗികളായിട്ടുള്ളവരുടെ ചികിത്സ നടക്കുന്നില്ല, വീടൊന്നും മേയാൻ പോലും സാധിക്കുന്നില്ല. ഇങ്ങനെ അനുദിന ജീവിതം കണ്ണീരിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആ ജനതയോട് നമ്മളുടെ ഐക്യദാർഢ്യം അനുഭാവപൂർവ്വം ഇവിടെ പ്രകടിപ്പിക്കുന്നു. തിരുവനന്തപുരത്ത് ഈ അനന്തപുരിയിലെ തലസ്ഥാന നഗരിയിലെ പൗരാവലി, ഇവിടുത്തെ ക്രൈസ്തവ സമൂഹം, സന്മനസ്സുള്ള എല്ലാ മനുഷ്യരും ഇന്നിങ്ങനെ ഒരു സായം സമ്മേളനം ഇവിടെ സംഘടിപ്പിച്ചതിന് നിങ്ങൾക്ക് എല്ലാവർക്കും മുനമ്പത്തെ ജനതയുടെ പേരിൽ അഭിവാദ്യങ്ങളും നന്ദിയും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.